ഉത്തരേന്ത്യയിലും ഓണാഘോഷം പൊട്ടിപ്പൊടിക്കുകയാണ്. ദില്ലി ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ മലയാളികളുടെ തിരക്ക് കാണാം നമുക്ക്. ഓണസദ്യയും കഴിച്ചാണ് ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നിന്നും മടക്കം. നോബൽ മാരിക്കാരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഡൽഹിയിലും ഓണാഘോഷം അങ്ങ് തകൃതിയെ നടക്കുകയാണ്. ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലേക്ക് കൂടുതൽ ആളുകൾ ദർശനത്തിനും ഒപ്പം ഓണാഘോഷത്തിന്റെ ഭാഗമാകാനൊക്കെ എത്തിയാണ്. വലിയ ക്യൂ നമുക്ക് കാണാൻ കഴിയും. ദർശനത്തിന് വേണ്ടി ആളുകളാണ് ക്യൂ നിൽക്കുന്നത്. എന്താണെങ്കിലും ദില്ലിയെ സംബന്ധിച്ചും മറുനാടൻ മലയാളികളെ സംബന്ധിച്ചും ഓണം തീർച്ചയായും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ്. നാട്ടിലേക്കാൾ കൂടുതൽ ഓണം ഒരുപക്ഷെ ഇവിടെ ഉണ്ടാകും എന്ന് വേണം കരുതാൻ. ചേട്ടാ, എല്ലാ തവണ ഇവിടെയാണ് ഓണം? ഇവിടെ തന്നെ ഞങ്ങൾ ഡൽഹിയിൽ തന്നെ ഉള്ള ആൾക്കാർ. നാട്ടിലോണം കൂടാറുണ്ടോ? നാട്ടില് ഒത്തിരി നാളായി പോയിട്ട്. ഞങ്ങൾക്ക് അവധിയെല്ലാം ഡിസംബറിലായതുകൊണ്ട് ഞങ്ങൾ ഓണമെല്ലാം മിക്കവാറും ഡൽഹി തന്നെ. എങ്ങനെയാണ് നാട്ടിലെ ഓണം ഡൽഹി ഓണം കമ്പയർ ചെയ്യുക? ഡൽഹിയാണ് കുറച്ചുകൂടെ കൂടുതൽ ഓണമുള്ളത്. എങ്ങനെയാണ് ഡൽഹിയിലെ ഓണം? നല്ല അടിപൊളി ഓണം. ഈ വർഷം നല്ലതായിരിക്കുന്നു. എല്ലാ വർഷവും ഡൽഹി തന്നെയാണ്. അതെ അതെ അതെ. നാട്ടിലോണം മിസ് ചെയ്യാറുണ്ട്? മിസ് ചെയ്യാറുണ്ട്. അടിപൊളി, സൂപ്പറാണ്. നാട്ടിലോണം മിസ് ചെയ്യാറുണ്ട്. എന്താണെങ്കിലും ഒരുപാട് ആളുകൾ ഇങ്ങനെ എത്തുന്നുണ്ട്. ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് ആണെങ്കിൽ പോലും മറ്റ് പൂജകളും അതോടൊപ്പം തന്നെ മറ്റ് ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ ഒരു കുട്ടിയുടെ ഒരു ചോറൂണടക്കമുള്ള ചടങ്ങുകൾ അങ്ങനെ പുരോഗമിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ വിപുലമായി തന്നെയാണ് ദില്ലിയിലും ഓണാഘോഷം മുന്നോട്ട് പോകുന്നത്. കുട്ടികളും ഒപ്പം പ്രായമായവരൊക്കെ പ്രായഭേദമന്യേ ഇവിടെ എത്തിക്കൊണ്ട് ഓണാഘോഷം നടക്കും. നമുക്ക് കാണാൻ കഴിയും ഒരു കുട്ടിക്ക് ചോറ് കൊടുക്കുന്ന ചടങ്ങാണ്. അങ്ങനെ അത്തരത്തിൽ ചടങ്ങുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. വളരെ മനോഹരമായി തന്നെ നമ്മൾ നാട്ടിലേതുപോലെ തന്നെ ഒരുപക്ഷെ നാട്ടിലേക്കാൾ കൂടുതലായി ആളുകൾ എത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് ദില്ലിയിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ഭാഗത്തുള്ള ആളുകളും ഓണാഘോഷത്തിന്റെ ഭാഗമായി എത്തുന്നു. എല്ലാവരും, കേരളത്തിലെ എല്ലാവരും ഓണത്തിന്റെ ഭാഗമായി ഒരു സ്ഥലത്ത് ഒത്തുകൂടും. അങ്ങനെ ഒത്തുകൂടലിന്റെ ഒരു കൂട്ടായ്മയുടെ ഒരു ഉത്സവമായി തന്നെ ഓണം എപ്പോഴും ദില്ലിയിൽ മാറുന്നുണ്ട്. എങ്ങനെയുണ്ട് ദില്ലി ഓണം? നന്നായിരിക്കും. അടിപൊളിയല്ലേ? കേരള ഹൗസിൽ 4 ദിവസം കഴിഞ്ഞിട്ട് വന്നത്. എന്താണെങ്കിലും കേരള ഹൗസിൽ ജീവനക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ വലിയ ഒരു ആഘോഷമാക്കി തന്നെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ഓണം അങ്ങ് മാറുകയാണ്. അല്പസമയത്ത് ഓണസദ്യയുണ്ട്. അതോടെ കഴിച്ചതിന് ശേഷമായിരിക്കും എല്ലാവരും പിരിഞ്ഞു പോവുക. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ദില്ലിയെ സംബന്ധിച്ചാണെങ്കിൽ തിരുവോണം മുതൽ അങ്ങോട്ടാണ് പ്രധാനമായും ഓണങ്ങളൊക്കെ വരിക. വിവിധ അസോസിയേഷനുണ്ട്. ആ അസോസിയേഷന്റെ ഒക്കെ ഭാഗത്തുള്ള ഓണാഘോഷമൊക്കെ വരും ദിവസങ്ങളിൽ കൂടുതൽ ദില്ലിയിൽ തകൃതിയായി നടക്കും. അത്തരത്തിൽ ഓണാഘോഷം എല്ലാം കൊണ്ടും ദില്ലിയിൽ വ്യത്യസ്തമാണ്. നാട്ടിൽ മാത്രമല്ല, ലോകത്തെ എവിടെ മലയാളി ഉണ്ടെങ്കിലും ഓണം ആഘോഷിക്കും എന്ന് പറയുന്ന പോലെ ദില്ലി മലയാളികൾ അക്കാര്യത്തിൽ ഒട്ടും പിന്നോട്ടല്ല. വീഡിയോ കണ്ണം പ്രസിനൊപ്പം നോബൽ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.